ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ്റെ ഗോമതിയും അതുപോലെ തന്നെ നന്ദിതയും കൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ ബാലൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാനിപ്പോൾ ജോത്സ്യരെ കണ്ടിട്ട് വന്നതിൻ്റെ സന്തോഷമല്ല, ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് പോയി എന്നും പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗോമതി കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇന്നതാണെന്ന് പറഞ്ഞത് അത് ആര്യനും ഇത്രയും സ്വർണം പണയം വയ്ക്കാൻ പോയ കാര്യത്തെപ്പറ്റിയൊക്കെ ഉള്ളതേ അതെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇത് അങ്ങനെ തന്നെ വേണം, അതിലൊരു ചുക്കുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയേ ബാലൻ. ഇതെന്ത് ബാലട്ടെ പറയുന്നതെന്ന് ചോദിച്ചു. ഇത് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലാതെ കല്യാണം കഴിക്കാൻ പോകരുത്, കല്യാണം വീട്ടുകാരന്വേഷിച്ച് നടത്തുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞതാ, വരും വരാഴികകളെല്ലാം പറഞ്ഞതാ. എന്താ പക്ഷെ ആരും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞാനെന്തോ മനുഷ്യപ്പറ്റില്ലാത്തവനെന്നുള്ള രീതിയിലല്ലേ നിങ്ങളൊക്കെ അപ്പോൾ എന്നോട് പെരുമാറിയതെന്ന് ബാലൻ ചോദിക്കും കേട്ടോ. അനുഭവിച്ചോളാൻ പറഞ്ഞു ഗോമതിയോട്. ബാലേട്ടാ, എരുതിയിൽ എണ്ണ ഒഴിക്കാതെ ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ തീ അണയ്ക്കാനേ നോക്കിയിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ ആരും എൻ്റെ കൂടെ നിന്നില്ല എന്ന് ബാലൻ അന്നേരം ഗോമതിയോട് പറയുക. ചെറുതിലെ മുതൽ ആരും എന്തിനും ഏതിനും എന്നെ ധിക്കരിച്ചേ പെരുമാറിയിട്ടേ ഉള്ളൂ. അപ്പോഴും നീ പരോക്ഷമായി അവൻ്റെ പക്ഷമൊക്കെ പറയുമായിരുന്നു, അതൊക്കെ എനിക്കറിയാം. മക്കളെ അമിതമായി ലാളിച്ചാലേ ആപത്തേ ഉണ്ടാവുകയുള്ളൂ എന്ന് ബാലൻ അന്നേരം പറയുക. ഇത് കേട്ടപ്പോൾ ബാലേട്ടാ, പക്ഷെ അമിതമായിട്ടൊന്നും അല്ല, ആവശ്യത്തിന് പോലും ബാലേട്ടൻ അവനെ ലാളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പം ഇവിടെ ഇപ്പം അതല്ല വിഷയം, നീ അപ്പുറത്തെ വീട്ടിലെ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ പറഞ്ഞു കേട്ടോ. ദേ അപ്പോൾ ആരിനെ കുറിച്ച് പറയുമ്പോൾ ബാലൻ ഗോമതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരിക്കൽ കൂടി ഞാൻ ഇനി ഇത് കണ്ടാൽ പിന്നെ എന്നെ ഈ വീട്ടിൽ നീ നോക്കണ്ടെന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോയി. ഗോമതി ആകെ ധർമ്മസങ്കടത്തിൽ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് മുറിയിൽ പോയി അക്കൗണ്ട് ബുക്കും എടുത്തുകൊണ്ട് ബാലൻ നേരെ ഗോമതിയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ദേ ബാലൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോമതിയോട് വന്നിട്ട് പറഞ്ഞു, അതേ ഞാൻ കടയിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞു. മിത്ര പണയം വെച്ചത് ആലോചിച്ച് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുടുംബമാകുമ്പോൾ പല രീതിയിൽ പൈസയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരും. പണയം വെക്കുകയും വിൽക്കേണ്ടതായിട്ടൊക്കെ വരും. ദേ അവരുടെ ദുഃഖത്തിൽ ആവശ്യമില്ലാതെ നീ തലയിടാൻ പോകണ്ടെന്ന് പറഞ്ഞു. ബാലേട്ടാ, ഒരു സന്തോഷം വരുമ്പോൾ അതിനു പിറകെ ഒരു വിഷമം കൂടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് സന്തോഷത്തിന് പിറകെ ദുഃഖം വരുന്നുണ്ടെങ്കിലേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സങ്കടങ്ങൾക്കും ശേഷമുള്ള സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന് ബാലൻ അന്നേരം ഗോമതിയോട് പറഞ്ഞു. അത് പറഞ്ഞ് ഗോമതി ഇങ്ങനെ നോക്കി, ഞാൻ തീരുമാനിക്കുന്ന ഒരു കല്യാണം എൻ്റെ ഇഷ്ടപ്രകാരം നടക്കാൻ പോവുകയാണെന്ന് ബാലൻ പറയുക. ദേ ഇന്ന് ജോത്സ്യനും അത് പറഞ്ഞില്ലേ, പിന്നെ ശുഭമായ ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നീ കരഞ്ഞ് ആ സന്തോഷം ഇല്ലാണ്ടാക്കണ്ട എന്ന് ഗോമതിയോട് ബാലൻ പറയുക. കൃഷ്ണമംഗലത്തുകാരുമായി ഇനി സംസാരിക്കാനും ഒരു ബന്ധത്തിനും പോവണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായി എന്ന് ചോദിച്ച് ബാലൻ അവിടെ നിന്ന് പോണു. ഗോമതി വീണ്ടും ധർമ്മസങ്കടത്തിൽ തന്നെ അവിടെ നിൽക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ആര്യനെ ആട്ടോ. ആര്യനെ ഇങ്ങനെ വഴിയരികിൽ കാത്തു നിൽക്കുക. അപ്പോൾ ആര്യൻ്റെ മുന്നിലേക്ക് ഒരു വണ്ടി വരുന്നു. ആ വണ്ടിക്ക് നേരെ ആര്യൻ കൈ നീട്ടി. അപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്നത് അനന്തനും അതുപോലെ തന്നെ ഭാര്യയുമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെവിടെ കാത്തു നിൽക്കായിരുന്നു എന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. എനിക്കറിയാം എന്താ കാര്യമെന്ന് അനന്തൻ ചോദിക്കുക. ഞാൻ മിത്രയുടെ അച്ഛനെ കാണാൻ കാത്തു നിന്നതാണെന്ന് ആര്യൻ പറഞ്ഞു. 50,000 രൂപ തികച്ചു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദിതയും അനന്തനും കൂടി ഇങ്ങനെ മുഖാമുഖം നോക്കുക. പണയം വെച്ച സ്ഥാപനത്തിൽ മിത്രയുടെ അക്കൗണ്ടിൽ അടച്ച പൈസയാണ്, ഇത് തിരികെ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ അത് തിരിച്ചു തരരുത് എന്ന് നന്ദിത പറഞ്ഞു. അപ്പോൾ എനിക്ക് തർക്കിക്കാനോ നിർബന്ധിക്കാനോ ഒന്നിനും വയ്യ, എന്തായാലും കാശ് തിരികെ തന്നിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു ആര്യ. മോനെ, അവൾ ഞങ്ങളുടെ മോളല്ലേ, അവൾക്കൊരു വിഷമം വന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുമെന്ന് നന്ദിത ചോദിച്ചപ്പോൾ, നിങ്ങളുടെ മകളെന്നുള്ള രീതി പോലെ തന്നെ അവൾ എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ ഭാര്യ വിഷമിക്കാതെ നോക്കാനേ എനിക്കറിയാമെന്ന് പറഞ്ഞ് ആര്യൻ ഇങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ വള പണയം വെച്ച് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യും, അതിനു പുറകെ മറ്റുള്ളവരത് അന്വേഷിച്ച് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ 101 പവനിൽ ഇനി ബാക്കി വല്ലതും ഉണ്ടോ എന്ന് അനന്തൻ ചോദിച്ചപ്പോൾ, ബാക്കി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 101 പവൻ അത് ഞാൻ തിരിച്ചു തന്നിരിക്കും, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാനത് തിരിച്ചു തരുമെന്ന് നമ്മുടെ ആര്യൻ ഇവരോട് പറയുകയും ചെയ്തു. അതും പറഞ്ഞ് അതിനുവേണ്ടി ഗോമതി സ്റ്റോറിൻ്റെ നിറയിൽ പോസ്റ്റർ ഒട്ടിക്കുകയോ നാട്ടുകാരുടെ മുന്നിൽ പ്രചരണം നടത്തി എൻ്റെ കുടുംബത്തെ അവഹേളിക്കുകയോ ചെയ്യരുത് എന്ന് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആ സ്വർണം അത് ഞാൻ തിരിച്ചു തന്നിരിക്കും എന്ന് പറയുമ്പോൾ, മോനെ പോസ്റ്റർ ഒട്ടിച്ചതൊന്നും ഞാനും ഏട്ടനും അറിഞ്ഞിട്ടില്ല എന്ന് നന്ദിത അന്നേരം പറഞ്ഞു. അപ്പോൾ
അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല, ഞങ്ങളാരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഞങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ സങ്കടം കണ്ടിട്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ ഞങ്ങളെ വേദനിപ്പിച്ച് പോയ ആളെ ആ വഴിക്ക് വിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് എന്നും ആനന്ദം പറഞ്ഞപ്പോൾ ആ വഴിക്ക് തന്നെ വിട്ടാൽ മതി, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളാമെന്ന് ആര്യൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭാര്യയുടെ പണ്ടങ്ങൾ ഭാര്യയെ കൊണ്ട് തന്നെ പണയം വെപ്പിക്കുന്നതാണ് ഭർത്താവിൻ്റെ സന്തോഷം. ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ചിലർ സന്തോഷം തരും, പണമുള്ളവർക്കൊന്നുമേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ആര്യൻ അന്നേരം പറഞ്ഞു. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, ആ 101 പവൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാരെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. അത് ഞാൻ ഉറപ്പായും തിരികെ തരും, സത്യമായിട്ടും തിരികെ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഈ പൈസ ആനന്ദൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് വണ്ടിയെ കയറി അങ്ങ് പോവുക. പൈസ കയ്യിൽ മേടിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഇപ്പം എന്തായി എന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു. ഇപ്പോൾ തനിക്ക് സന്തോഷമായില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുക കേട്ടോ. അങ്ങനെ ആ പൈസയെ മേടിച്ച് ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആര്യനെക്കുറിച്ച് ഓർത്ത് മതിപ്പാണ് നന്ദിതയ്ക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ ആര്യൻ വണ്ടി ഓടിച്ചിങ്ങനെ വരുന്നു. ഈ സമയത്ത് വഴിയിൽ വെച്ച് കൂട്ടുകാരനെ കണ്ടു. കൂട്ടുകാരനെ കണ്ടപ്പോൾ ഇളയച്ചൻ കാശിൻ്റെ എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം വന്നു എന്ന് പറഞ്ഞു. എടാ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോടാ, അപ്പം എന്താടാ? കാശ് സെറ്റാവാനേ ഒരാഴ്ച എടുക്കും, നീ എനിക്ക് ഒരാഴ്ച സാവകാശം തരണമെന്ന് ആരും പറഞ്ഞപ്പോൾ എടാ നീ ഇന്ന് സെറ്റാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എന്താടാ ചെയ്യുക? അപ്പം നിനക്ക് വിഷമമല്ലേടാ? സത്യമായിട്ടും ഞാൻ പറഞ്ഞു പറ്റിച്ചതൊന്നുമല്ല, മിത്ര കാശൊക്കെ ഉണ്ടാക്കി, പക്ഷേ അത് വേണ്ടായെന്ന് ഞാനാ പറഞ്ഞത്. നീ എനിക്ക് ഒരു 2 ആഴ്ച സാവകാശം തരാൻ പറഞ്ഞു. അല്ലടാ, മിത്രയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അതിങ്ങ് വാങ്ങി നിനക്കൊന്ന് തന്നാൽ പോരേന്ന് ചോദിച്ചു. അതൊന്നും വേണ്ടടാ, നിനക്ക് കാശ് ഞാൻ തന്നോളാം, 2 ആഴ്ചക്കകം ഞാൻ കാശ് നിനക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എടാ നിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, ഇളയച്ചന് ഞാൻ വാക്ക് കൊടുത്ത് പോയതുകൊണ്ടാടാ എന്ന് പറയുമ്പോൾ എടാ എനിക്കതിനെപ്പറ്റി അറിയാം, നീ എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നവനാ, നീ അത്യാവശ്യം എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ശരിയടാ, 2 ആഴ്ച ഇളയച്ചനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്തിക്കോളാമെന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ താങ്ക് യു പറഞ്ഞു ആര്യൻ. ഇങ്ങനെ കൂട്ടുകാരനായിട്ട് സംസാരിച്ച് നമ്മുടെ ആര്യൻ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ കടയിൽ എല്ലാവരും കൂടെ ഇരുന്ന് കല്യാണക്കാരും പറയുക എല്ലാ പൊരുത്തവും ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിലെ പൊരുത്തം ഏറ്റവും വലിയ പൊരുത്തം, ജാതക പൊരുത്തവും നന്നായി കാണുന്നത് നല്ലത് തന്നെയാണെന്ന് അന്നേരം രാമേട്ടൻ പറഞ്ഞു. ആനന്ദ് നല്ല പയ്യനല്ലേ, അവൻ്റെ കുടുംബ ജീവിതവും നന്നായി തന്നെ വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അല്ല ഞാൻ പറയുമ്പോൾ ചിലർക്കതൊന്നും പിടിക്കില്ല, തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതേ ഒരു താൽക്കാലിക ഭ്രമം മാത്രമാണ് രാമേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ ഒരു ആക്കി സംസാരിക്കുന്ന ആകാശനെ നോക്കി. ജീവിതം തുടങ്ങുമ്പോഴാണ് കുഴപ്പങ്ങൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആകാശം ഇങ്ങനെ പുറകിലോട്ട് വലിഞ്ഞു. ആളിയാ അതിപ്പോൾ ആകാശിൻ്റെയും അതുപോലെ ആരിൻ്റെയും ജീവിതത്തിൽ ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ എടാ മീനാക്ഷിയുടെ കുടുംബം നമ്മൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? പിന്നെ മിത്രയുടെ കുടുംബമായിട്ടുള്ള ബന്ധം എങ്ങനെയാ, നീ അതൊന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോൾ ബാല അവർ തമ്മിൽ ഐക്യമില്ലേ, അതുപോരെ നിനക്ക് എന്ന് രാമേട്ടൻ ചോദിച്ചു. അപ്പോൾ അത് പോരാ രാമേട്ടാ. അല്ല രാമേട്ടൻ പറയുന്നത് പോലെയാണെങ്കിൽ ലോകത്തിലെല്ലാവരും വീട് വിട്ടങ്ങ് താമസിച്ചാൽ മതിയല്ലോ എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ ചോദിച്ചു. ബന്ധങ്ങൾ വേണം രാമേട്ടാ. ഇപ്പോൾ തന്നെ ഉദയഭാനു സാറും ഞങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം അതെത്ര ദൃഢമായെന്ന് നോക്കിക്കേ. എന്തൊരടുപ്പം വന്നു. നമുക്കൊരാവശ്യം വന്നാൽ ഓടി വരാൻ അവരും, അവർക്കൊരാവശ്യം വന്നാൽ ഓടി വരാൻ നമ്മളും. എന്താ അതല്ലേ രാമേട്ട ബന്ധം എന്ന് ചോദിച്ചപ്പോൾ ബാല ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം വേണം. നീ ജീവിതം തുടങ്ങിയപ്പോൾ എത്ര ബന്ധുക്കളുണ്ടായിരുന്നു നിൻ്റെ കൂടെ? ആ സമയത്ത് നിൻ്റെ ബന്ധുവലം എങ്ങനെയായിരുന്നു, നീ ഒന്ന് പറഞ്ഞേ. അതൊന്ന് പറഞ്ഞു ബാല. അപ്പം രാമേട്ട അച്ഛനെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് ആകാശ് പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ അന്നേരം നിൽക്കുക. എനിക്ക് അന്ന് അതൊന്നും അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് അതൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നത്. അതൊരു കറക്റ്റ് ഉത്തരമല്ലല്ലോ അളിയ എന്ന് ധർമ്മം പറഞ്ഞപ്പം അതാണ് ഉത്തരം, അത് മാത്രമാണ് ഉത്തരം. എനിക്കറിയാം ഞാൻ ഈ കല്യാണം നേരെ ചുവനെ നടത്തുന്നത് കൊണ്ട് ഇവിടെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത്. ആനന്ദിൻ്റെ കല്യാണം കണ്ട് പലരും ഞെട്ടും. നിങ്ങൾ നോക്കിക്കോളാനൊക്കെ ഈ ബാലൻ ഇന്നിങ്ങനെ പറയുന്നു. എന്തായാലും ദേവമംഗലത്ത് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണെന്ന് പറഞ്ഞ് ബാലൻ ഇവിടെ നിന്നിങ്ങനെ പറയാം. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മീനുവിനെ കുറിച്ച് വാർത്തയിലൊക്കെ ന്യൂസ് വന്നു. ഇത് കണ്ട് ഞെട്ടലോടെ നമ്മുടെ ഗോമതി ഫോൺ എടുത്ത് ബാലേട്ടനെ വിളിക്കുക. എന്നിട്ട് വാർത്തയിൽ ഇങ്ങനെ തിരുമറി നടത്തിയ കാര്യം പറഞ്ഞതൊക്കെ ആയിട്ട് പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് പ്രശ്നമായി. ഈ സമയത്ത് ഓരോരുത്തരായിട്ട് ഓഫീസിലേക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെ മീനുവിനെ മൊത്തത്തിൽ പ്രശ്നക്കാരിയാക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിക്ക് ഒരു പേടിയില്ല. മീനാക്ഷിയെ സസ്പെൻഡ് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വന്നു. അപ്പോൾ മീനു പറഞ്ഞു എന്നെ സസ്പെൻഡ് ചെയ്തോട്ടെ ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോറി മാഡം,
അപ്പോൾ മീനാക്ഷി ഉടനെ തന്നെ രഞ്ജിനി മേഡത്തിനെ കാണണമെന്നും പിന്നെ മന്ത്രിയെയും ചെന്ന് കാണണം, നമുക്ക് പോകാൻ ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ മേഡം? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അത് മറ്റുള്ളവരല്ലേ പറയേണ്ടതെന്ന് മീനാക്ഷി ചോദിക്കുക. പിന്നെ ഓഫീസ് രീതിയൊക്കെ അനുസരിച്ച് നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സസ്പെൻഷൻ ഓർഡർ ചിലപ്പോൾ ഡിസ്മിസലാവും. വരട്ടെ മേഡം, നമുക്ക് നോക്കാം എന്ന് നമ്മുടെ മീനു പറയാം. ഇന്നലെ കരഞ്ഞ് വിഷമിച്ച് പോയ നിനക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ധൈര്യം വന്നത് മീനാക്ഷി? തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമൊക്കെ താനെ വന്നോളൂ എന്ന് മീനു പറയുക. മീനാക്ഷി, ഈ വാർത്ത ഇപ്പോൾ നാട്ടിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിന്റെ വീട്ടുകാരും അടുത്തുള്ളവരൊക്കെ. അപ്പം കാണട്ടെ മേഡം. ടി വിയിൽ വാർത്ത വരുന്നത് തന്നെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടല്ലേ എന്ന് മീനു ചോദിക്കുക. നീ ഇപ്പോൾ വരുന്നത് നേരിടാൻ തന്നെയാണോ നിൽക്കുന്നത്? അല്ലാതെ ഇപ്പം നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ഇനി ഏതായാലും കരയാനൊന്നും എനിക്ക് വയ്യ. ശരി മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു അവിടെ നിന്ന് പോയി. അപ്പോൾ മീനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇനി അവളെന്തെങ്കിലും അവിവേകം ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് മേഡത്തിനൊക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മനെയും ആകാശയെയാണ്. നീ ഇങ്ങനെ ചാടിത്തുള്ളി പോവല്ല വേണ്ടത് ആകാശേ. ദേ ഇപ്പോഴാ സ്ത്രീയെ ചെന്ന് തല്ലിയ അത് മീനാക്ഷിക്ക് ദോഷമായേ വരൂ. എടാ, നമ്മൾ മീനാക്ഷിക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, മീനാക്ഷിക്ക് പിന്തുണ കൊടുക്കണം, അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തല്ലാൻ പോകാൻ ഒരുങ്ങി ആകാശിനെ പിടിച്ചു നിർത്തുക ധർമ്മൻ. അപ്പോൾ മാമനൊന്നും മിണ്ടാതിരുന്നേ, എനിക്കിപ്പോൾ അവരെ ഒന്ന് കാണണം, ഞാനൊന്ന് കൊടുക്കാൻ പോവാണെന്ന് ആകാശ്. മാമ മീനാക്ഷിയെ പോലെ സത്യസന്ധയായ ഒരു ഉദ്യോഗസ്ഥയെ മനഃപൂർവ്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കെതിരെ എന്തും ചെയ്യില്ലേ എന്ന് ചോദിച്ചു ആകാശ്. എടാ, നീ എടുത്ത് ചാടി പ്രതികരിച്ചാലേ അത് കൂടുതൽ കുഴപ്പങ്ങളെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മം പറയാം. ആർക്കെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയാലും ഈ ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ അത് നേരെ നെഗറ്റീവ് ആകും. നീ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു, കുറച്ച് കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എടാ ദേ, മീനാക്ഷി 1% പോലും തെറ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയാക്കിയാലും ദേ വൈകാതെ സത്യമൊക്കെ പുറത്തു വരുവടാ. അതുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അതിനൊന്നും പോയി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ടെന്ന് ധർമ്മൻ ആകാശിനോട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് കാത്തിരിക്കാടാ, നീ നോക്കിക്കോ, 2 ദിവസത്തിനകം കാര്യങ്ങൾ മാറി മറിയും, നീ നോക്കിക്കോളാം ധർമ്മൻ തന്നെ പറഞ്ഞു കൊടുക്കുക. എടാ, നീ ക്ഷമയോടെ കാത്തിരിക്കുക, മീനാക്ഷി പഴയതിലും ശക്തിയോടെ തിരിച്ചു വരും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സബ് രജിസ്ട്രാർ ഓഫീസിൽ കാര്യങ്ങളെല്ലാം നടക്കുവാണ്. അപ്പോൾ നമ്മുടെ മീനു ആണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങണ്ട, നീ ഇവിടെ ഇരിക്കാനായിട്ടാണ് മേഡം മീനുവിനോട് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൂടെ ക്ഷീണം, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു മീനു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദേ മൊത്തത്തിൽ നാണക്കേടായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനു അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. അപ്പോൾ അങ്ങനെ കരഞ്ഞിങ്ങനെ വരുന്ന മീനുവിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ കാണുന്നതുണ്ടല്ലോ നമ്മുടെ ഗോമതി മീനുവിനെ ചേർത്ത് പിടിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. അച്ഛനും അമ്മയും എല്ലാവരും കൂടി. അപ്പോൾ അമ്മേന്ന് വിളിച്ച് ഓടി വന്ന് നമ്മുടെ ഗോമതിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് പൊട്ടിക്കരയും ആ മീനാക്ഷി. അപ്പോൾ ബാലനും ധർമ്മനും ആകാശും ഒക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും മീനുവിന് ഇടം വലം മുമ്പും പുറകും ഒക്കെ കാവലായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ബാലനാണെങ്കിൽ പതുക്കെ അങ്ങോട്ട് ചെന്നിട്ട് മോളെ ദേ, നീ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ കാത്തു നിന്നത് എന്ന് പറയുവാണ് ബാലൻ. അപ്പോൾ വാർത്തയൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോളെ, നിന്നെ ഞങ്ങൾക്കറിയാവല്ലോ, അതുകൊണ്ട് തന്നെ വാർത്തകളെയല്ല നിന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ മോളെ, ടി വിയിലെ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാ ഓഫീസിൽ നിന്ന് വന്ന് കാത്തു നിന്ന് മോളെ കാണണം എന്ന്. ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ മോളെ, പിന്നെന്താണെന്ന് ചോദിച്ചു ഗോമതി. മോളെ, ഈ വാർത്തയ്ക്കൊക്കെ 1 ദിവസത്തെ ആയുസേ ഉണ്ടാകൂ, മോള് നോക്കിക്കോ, 1 ദിവസത്തിനുള്ളിൽ മോളുടെ ഓഫീസിലുള്ളവർ സത്യം തിരിച്ചറിയുമെന്ന് ധർമ്മം പറയുന്നു. അപ്പം ഞാൻ പറയുന്നതേ ആ രഞ്ജിനിദാസിനെ ചെന്ന് കാണണമെന്നാ, അവരുടെ പിന്നിൽ ആരൊക്കെയാണെന്ന് പറയിക്കണമെന്ന് ആകാശ് പറയുന്നു. അപ്പോൾ അത് സത്യമാണ്, അവർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആളെ നമ്മൾ ചെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട ആനന്ദേട്ടാ, എനിക്ക് നിങ്ങൾ തന്നില്ലേ ഈ കരുതൽ, ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് മീനു അന്നേരം പറഞ്ഞു. എനിക്കിപ്പോൾ എന്തും നേരിടാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മോളെ ദേ, ഇനി സസ്പെൻഷനല്ല ഡിസ്മിസിലാണെങ്കിലും പോവാൻ പറയാൻ ബാലൻ മീനുവിനോട് പറയാം. അത് കേട്ടപ്പോൾ മീനുവിൻ്റെ സന്തോഷം. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ലോകത്തിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ബാലൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നീ തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ തെറ്റ്, കേട്ടല്ലോ. കരഞ്ഞുകൊണ്ട് ഇതൊക്കെ നിന്ന് നമ്മുടെ മീനു കേൾക്കുക. മോള് വന്നേ, അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവർ മീനുവിനെ ചേർത്ത് കൊണ്ടുപോകണം. പോകുന്നതിന് മുൻപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനായിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബാലൻ പറഞ്ഞു ആ കഥ അവിടെ കൊണ്ട് അവസാനിച്ചു, ഇനി പോകാമെന്ന്. ഇത് കഴിഞ്ഞ് പിന്നെ രഞ്ജിനി ദേ നമ്മുടെ അലോഹ് കാണുവാണ്. അലോഹ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യസന്ധയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്, ഞാൻ കാരണം കുറ്റക്കാരിയായെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ചേച്ചി നമ്മൾ ബന്ധുക്കളല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോരോ സഹായങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ എന്തായാലും ശരി നമ്മളിനി നേരിലോ ഫോണിലോ കോണ്ടാക്റ്റ് വേണ്ട, അച്യുതേട്ടനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി, ഇത് ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് അലോഹ് പറഞ്ഞു. പിന്നെ ചേച്ചി കുറ്റബോധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ,
മിത്രയുടെ കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ. കല്യാണ തലേന്ന് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ആ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. അതിനൊക്കെ കൂടിയുള്ള പണിയായതെന്ന് പറഞ്ഞ് അലോഹി പുള്ളിക്കാരോട് പറയുന്നു. ഇങ്ങനെ ഒന്നൊന്നായി കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് നിങ്ങൾ മറക്കണ്ട, നമ്മൾ തമ്മിൽ ഇനി കാണണ്ട ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പറഞ്ഞങ്ങ് പിരിഞ്ഞു. അങ്ങനെ ഇവർ പിരിഞ്ഞു. അലോഹു അങ്ങ് പോയി. ഇവർ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കാൻ ദേവമംഗലത്ത് എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോയൊരവസ്ഥയിൽ നമ്മുടെ മീനാക്ഷി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇവരുടെ എല്ലാവരുടെയും ചുറ്റിനും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.